ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസാണ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ്, നിങ്ങൾ ഏത് വഴി കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഏത് പൈലാണ് ആ ഒരു പൈൽ സെലക്ട് ചെയ്യുന്നതാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്താണ്. അതായത് ഇതാണ് ഫസ്റ്റ് പൈൽ, ഇതാണ് സെക്കൻഡ് പൈൽ. അപ്പം നിങ്ങളുടെ ഇഷ്ടം ഏതാണ്, ഇതിലൊരു പൈൽ സെലക്ട് ചെയ്യുക. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു വലിയ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. ഈ ഒരു പൈൽ ആരാണ് ചൂസ് ചെയ്ത ആ ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പൈൽ. ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ സൊല്യൂഷൻസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ആവശ്യം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത. ഓക്കെ, ഫസ്റ്റ് പൈൽ. ഫസ്റ്റ് പൈൽ എന്നോട് ഓക്കെ, ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കുറേ അധികം സിറ്റുവേഷൻസ്, ഇത് പലർക്കും പല സിറ്റുവേഷൻസ് ആയതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഇതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻസ് എന്ന് നമുക്ക് നോക്കാം. കുറച്ചധികം കാർഡ്സുകൾ വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാർഡ്സാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അനുസരിച്ച് കുറേയധികം ഐ തിങ്ക് ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആയിരിക്കും ചാൻസ് കൂടുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാർഡ്സ് ആദ്യമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം. ഐ തിങ്ക് കുറേ അധികം ആൾക്കാർക്ക് റെക്കഗ്നൈസേഷൻ വേണം, റിവാർഡ് വേണം. കുറേ അധികം ആൾക്കാർക്ക് മെച്ചപ്പെട്ടൊരു ജീവിതശൈലി വേണം, അല്ലെങ്കിൽ നിങ്ങളെ ആൾക്കാർ തിരിച്ചറിയണം. ഒരു ഫെയിം ആവശ്യമുണ്ട്, ഫെയിമായിട്ട് നിന്നൊരു സിറ്റുവേഷൻ. ആൾക്കാർ നിങ്ങളെ അംഗീകരിക്കണം, നിങ്ങൾ പറയുന്ന വാക്കുകളിലൊക്കെ ആൾക്കാർ അംഗീകരിക്കണം, നിങ്ങളെ പ്രശംസിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേയധികം ആൾക്കാരുടെ ചിന്താഗതിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിനൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ആർക്കും ഒരു വാല്യൂ തരുന്നില്ല, ആരും നിങ്ങളെ റെക്കഗ്നൈസേഷൻ ചെയ്യുന്നില്ല, ആർക്കും നിങ്ങളെ ഒരു ആവശ്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ തോന്നുന്നുണ്ട്. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണ്, ഇമോഷൻ ലോസ്, എൻ്റെ കയ്യിൽ നിന്നും എന്തോ എവിടെയും നഷ്ടപ്പെട്ടു പോയൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഏതോ ഒരു വ്യക്തിയിൽ നിന്നും എന്തോ എന്നിൽ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ആയിരിക്കും നിങ്ങൾ തമ്മിൽ, ഒരു സോൾ ഇൻട്രാക്ഷൻ, ഒരു സോൾ കോൺട്രാക്റ്റ് എടുത്ത് വന്നൊരു വ്യക്തികളായിരിക്കാം മേ ബി നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നുന്നൊരു പ്രണയം, ആ വ്യക്തിയോട് തോന്നുന്നൊരു ഒരു റിലേഷൻ ആ വ്യക്തിക്ക് മനസ്സിലാവാണ്ട് പോകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി അത് റിയലൈസ് ചെയ്യുന്നില്ല, ആ വ്യക്തി എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ നിന്നും എനർജി ലോസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എത്രത്തോളം അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത്, എത്രത്തോളം ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്നിട്ടും, എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ടൈം കൊടുത്തിട്ടും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലോട്ട് അടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറേ അധികം സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, അതായത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്താലും ഭയങ്കര ഡാർക്കായിട്ടുള്ള സിറ്റുവേഷൻ, ആ ഒരു ലൂപ്പിൽ പെട്ടു, ഒരു വ്യക്തിയുടെ നെഗറ്റീവ് ലൂപ്പിൽ പെട്ടുപോയി എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറേ അധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റും. അതായത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ പോസിറ്റീവ് ഫുള്ളും എടുത്തതിന് ശേഷം നെഗറ്റീവ് മാത്രം കൊടുക്കുന്നൊരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുക. ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാത്തൊരു സിറ്റുവേഷൻസ്, നെഗറ്റിവിറ്റി എനർജി മാത്രം എടുക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒന്നിലൂടെ ഒരു താല്പര്യമില്ല, ഒരു കമ്പയർ, അങ്ങനത്തേക്കുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ട് ഒരു തളർന്ന് കിടക്കുന്നൊരവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല, ആഹാരം കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതൽ അധികം ആൾക്കാർ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ അധികം ആൾക്കാർക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും മരണപ്പെട്ടു പോയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെങ്കിലും നിങ്ങളെ ആൻസിസ്റ്റേഴ്സ് ആരെങ്കിലും മരണപ്പെട്ടു പോയെങ്കിൽ അവരായിരിക്കും കൂടുതലധികം അവരുടെ പർപ്പസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളിവിടെ ജനിപ്പിച്ചു വിട്ട്, അല്ലെങ്കിൽ സോൾ കോൺട്രാക്റ്റ് ഉണ്ട്. പഞ്ചഭൂതങ്ങളാൽ കുറേ അധികം ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിംസ് ആണെങ്കിൽ നിസ്കാരം, അമ്പലത്തിൽ പോവുക, ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിൽ പോവുക, ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോവുക, അങ്ങനത്തെയുള്ള കുറേ അധികം ആചാരങ്ങൾ നയിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് അതിലോട്ടുള്ള വിശ്വാസം
പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും മെഡിറ്റേഷൻ കൂടുതലും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലധികം ആൾക്കാർ. കാരണം നിങ്ങൾക്ക് എന്താണോ വിധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ വിധി എന്താണ്, അത് മാത്രമായിരിക്കും ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് ആ ഒരു സ്പിരിച്വൽ ഗൈഡ്സൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ ഇതുള്ളൂ. കുറേയധികം ആൾക്കാർ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടും ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടും ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും എത്ര ബ്ലോക്കേജ് ഉണ്ടാകുന്നു, ഫിനാൻഷ്യലി ബ്ലോക്കേജ് ഉണ്ടാകുന്നു. കുറേ അധികം സാധനങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ നിങ്ങളുടെ ലൈഫിലോട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ എത്ര സ്വരുക്കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ആ പൈസ കിട്ടുന്നില്ല, കയ്യിൽ നിൽക്കുന്നില്ല. ഫിനാൻഷ്യലി ബ്ലോക്കേജ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം സാധനം മേടിക്കുന്നു, അപ്പോൾ തന്നെ പൈസ വെറുതെ പൊട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിക്കും പൈസ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ പൈസ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒഴുകി പോകുന്നൊരു സിറ്റുവേഷൻ, ഒരു ബ്ലോക്കേജ്, ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് ഈ ഒരു ടൈമിൽ പുതിയൊരു റിലേഷൻ, പുതിയൊരു കൈപ്പിടി, അല്ലെങ്കിൽ പുതുതായിട്ടുള്ളൊരു വ്യക്തി, ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആയി തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട്, നിങ്ങളെ കൂടുതലും മനസ്സിലാക്കുന്ന, നിങ്ങളെ കൂടുതലും കെയർ ചെയ്യുന്ന, നിങ്ങളെ കൂടുതലും എനർജറ്റിക്കലി നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കി നിങ്ങളും ആ ഒരു എനർജിയും തമ്മിൽ ചേരുന്ന ഒരു എനർജി ആയിട്ടുള്ളൊരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം. പുതുതായിട്ട് കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തി നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു വ്യക്തി വരാൻ ചാൻസ് കൂടുതലാണ്, ഒരു എനർജി വരാൻ ചാൻസ് കൂടുതലായിട്ടും ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക, ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ പാഷൻ എന്താണോ നിങ്ങളിലോട്ട് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം, കാര്യങ്ങൾ കൂടുതൽ റിയലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ തേടിപ്പോവുക. നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിലോട്ട് മാത്രം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാൻ പറ്റുന്നത്. കൂടുതലും അധികം ആൾക്കാർക്ക് ചിന്തിച്ചുകൊണ്ട്, അതായത് ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യത്തിലോട്ട് ചിന്തിച്ചു ഫോക്കസ് ഒന്നിലും കിട്ടാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസേ കാണാൻ പറ്റും. ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ പവർ, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളായിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളിലോട്ട് കൂടുതൽ അടുക്കുക. നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി അതിലോട്ട് കൂടുതലും കടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈന് ഒരു പ്ലാനുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് പ്രശ്നങ്ങൾ വരും, സിറ്റുവേഷൻസ് വരും, ഭയങ്കര ഡാർക്കായിരിക്കും. ഈ പറയുന്ന കണക്ക് മഴ നനയേണ്ടി വരും, കാറ്റ് കൊള്ളേണ്ടി വരും, വെയിൽ കൊള്ളേണ്ടി വരും, കഷ്ടപ്പാടുകളുണ്ടാവും, ലൈഫിൽ കുറേയധികം തരണം ചെയ്യേണ്ടി വരും. തടസ്സങ്ങൾ, നിങ്ങൾ പോകുന്ന ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ലൈഫ് സ്പാൻ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻസ് ഫുള്ള് തടസ്സങ്ങളായിരിക്കും. ആ തടസ്സങ്ങൾ മാറ്റി നിർത്തിയതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് നടന്നു പോവുക. തടസ്സങ്ങൾ നിങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ തടസ്സങ്ങളെ കണ്ട് നിങ്ങൾ മാറാണ്ടിരിക്കുക. തടസ്സങ്ങൾ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുറേ അധികം പ്രശ്നങ്ങൾ വരും, കുറേ അധികം സിറ്റുവേഷൻസിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു അവേക്കനിങ് ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അവേക്കനിങ് ആയ വ്യക്തികളാണ്. നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ വന്നേക്കുന്നത് എന്താണെന്ന്. സോൾ പർപ്പസ് കണ്ടെത്തുക. നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി കൂടുതലും പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക. കുറേ അധികം ആൾക്കാരുടെ പ്ലാൻ, അല്ലെങ്കിൽ കുറേ അധികം ആൾക്കാരുടെ ചിന്താഗതി, കുറേ അധികം ആൾക്കാരുടെ ഒരു അച്ചീവ്മെൻറ്റ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വെക്കണം, നല്ലൊരു വീട് വെക്കണം, ബാക്കിയുള്ള ആൾക്കാരെ പോലെ, അല്ലെങ്കിൽ ഫാമിലിയിൽ ഈ ഒരു വ്യക്തിക്ക് ആയിരിക്കാം വീടില്ലാത്തത്, മെച്ചപ്പെട്ട ജീവിതശൈലി ഇല്ലാത്ത വ്യക്തി. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു എനർജിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കരമായി കഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും. ബട്ട് ഈ ഒരു വ്യക്തിക്ക് വീടില്ല, അല്ലെങ്കിൽ ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോളെയും കൊണ്ട് നിൽക്കുന്നു, പക്ഷേ ഒരു ഫൗണ്ടേഷൻ ഇല്ല. ഇവൻ കളർഫുള്ളായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ബാക്കിയുള്ളവരുടെ കണക്ക് ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതിനുവേണ്ടി പറ്റില്ല. കാരണം ഈ വ്യക്തി ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ഇമോഷണൽ ലോസ് ഉണ്ടാവുന്നുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ദൈവം കൊണ്ടുതരും എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് പോസിബിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം കൂടി നമുക്ക്, നീ ഹാർഡ് വർക്ക് ചെയ്യൂ, നിനക്ക് ബലം തരുന്നു ഞാൻ എന്നാണ് ഡിവൈൻ പറയുന്നത്, അല്ലെങ്കിൽ ദൈവം പറയുന്നത്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൂടുതലും പ്രവർത്തിക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരാളുടെ ലൂപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി അതിന് പെരുമാറാണ്ട് നിങ്ങളുടേതായ രീതിക്കുള്ള ലൂപ്പ്, നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങളിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സോള്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിസിഷൻ, നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഡിസിഷൻ മേക്കിങ്, അതിനൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം വരുന്ന സമയത്ത് നിങ്ങൾ അതിലോട്ട് ഡിവൈൻ തന്നെ നിങ്ങൾ അതിലോട്ട് പിടിച്ച് കയറ്റും. അതിനുവേണ്ടി കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുന്ന മിക്കുള്ളവർക്കും എനർജി ലോസിങ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റും. ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, അത് കുറേയധികം ഇവിൽ ഐസ് കിട്ടുന്ന ഒരു വ്യക്തികളായിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം വരുന്ന സമയത്ത് നിങ്ങൾ അതിലോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു ടൈം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സ്പീരിയൻസ് സാധനങ്ങളായിരിക്കാം മേ ബി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മെച്ചപ്പെടാൻ വേണ്ടി നിങ്ങളുടെ പാത്ത്, നിങ്ങളുടെ വേ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ ആ ഒരു പാത്ത് നിങ്ങളുടെ എന്താണെന്ന് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഡിവൈൻ നിങ്ങൾ അതിലോട്ട് എത്തിക്കും. വേറെ ആരെന്തൊക്കെ ചെയ്ത് എന്ത് കളി കളിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടേണ്ട ഒരു പൊസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എഴുതി വെച്ച് എന്താണ് വിധിക്കപ്പെട്ടത് എന്താണ് അതിലോട്ട് നിങ്ങൾ എത്തിപ്പെടാൻ തന്നെ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പേയിൽ ചൂസ് ചെയ്ത എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സൻ്റായിട്ടും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ പേയിൽ നോക്കാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ടൈമിലുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഓക്കെ 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 അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ സിറ്റുവേഷൻ കുറച്ചധികം ഡാർക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനുള്ള സൊല്യൂഷൻ നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിരിമുറക്കം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എനർജി ഇല്ലായ്മ, അല്ലെങ്കിൽ എനർജി ലോസിങ്, ഒരു ഡിപ്രഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു മാനസികമായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു പിരിമുറക്കത്തിൽ കൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, ഫുഡ് കഴിക്കാൻ തോന്നായ്മ, അല്ലെങ്കിൽ അത് ചിലരുടെ സിറ്റുവേഷൻസാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെയും സിറ്റുവേഷൻസ് അങ്ങനെ ആവണം എന്നില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന കുറച്ചധികം പേരുടെ സിറ്റുവേഷൻസ് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അതൊരു ലവ് റിലേഷനിൽ വന്നൊരു പ്രത്യേകത ഒരു സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് പോകുന്നു വരുന്നു, ജോലിക്ക് പോകുന്നു വരുന്നു, ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിനോടൊരു താല്പര്യം തോന്നുന്നില്ല, എന്തൊക്കെയോ ഒരു ഭയങ്കരമായ മൂകമായ അവസ്ഥ, ഒരു നെഗറ്റിവിറ്റി ഫീലിങ്സ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഒട്ടും താല്പര്യമില്ലാതെ ചെയ്യുന്ന ജോലികൾ, അങ്ങനത്തെ കാണാൻ പറ്റും. മാനസികപരമായിട്ടുള്ളൊരു പിരിമുറുക്കമാണ് കാണാൻ പറ്റുന്നത്. എന്തോ ഒരു ലൂപ്പിൽ ചെന്ന് വിടുക, അല്ലെങ്കിൽ എന്തോ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ ആരെയാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടാത്തൊരു സ്നേഹം തേടി അലയുന്നൊരു സമയത്ത് ഉണ്ടാകുന്ന കുറേയധികം മാനസികാവസ്ഥകളാണ് ഇതിൻ്റെ അത് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സോൾ പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി ആരും ചിന്തിക്കുന്ന വ്യക്തികളല്ല ഈ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഒരു ഡിവൈൻ ടൈമിൽ ഒരു സോൾ പർപ്പസ്, ഒരു സോൾ കോൺട്രാക്റ്റ് എടുത്ത് വന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഈ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് എഴുതപ്പെട്ട സാധനങ്ങളായിരിക്കും ഈ യൂണിവേഴ്സിൽ നിന്ന് അവർ തരുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളുടെ ക്യാരക്ടർ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരു മൂഡ് സ്വിങ്സ്, ചില സമയത്ത് നല്ല രീതിക്കായിരിക്കും ഇരിക്കണം, പക്ഷേ ചില സമയത്ത് ഭയങ്കരമായിട്ട് മാനസികാവസ്ഥ ഭയങ്കര ഡൗൺ ആവും. ചില സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ മനസ്സിൽ കയറ്റിയിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഡാർക്ക് സിറ്റുവേഷൻ. ഒരു സോളിനെ നിങ്ങൾ അത്രത്തോളം ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചു, ആ ഒരു ഡാർക്കിൽ കൊണ്ട് നിർത്താൻ പഠിപ്പിച്ചു നിങ്ങൾ, അങ്ങനെ വേണം പറയാൻ. പക്ഷേ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്കുള്ളൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്നൊരു പണി എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ളൊരു പണിയായിട്ടും കാണാൻ പറ്റും. കാരണം നിങ്ങളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, നിങ്ങളുടെ സോൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ
നിങ്ങളുടെ സോൾ പാവമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങൾ വളർന്ന സാഹചര്യം, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് ക്രൂക്കഡ് മൈൻഡഡ് ആയിട്ട് നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ പെരുമാറുന്ന ഒരു സ്വഭാവക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി കുറേ അധികം കാർമിക് സിറ്റുവേഷൻസ് ഇതിൻ്റെ അകത്തുള്ളതായിട്ട് കാണാം. ആ ഒരു കാർമിക് സിറ്റുവേഷൻസ് നിങ്ങൾ എൻഡ് ആക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു ഭയങ്കരമായിട്ട് കാർമിക് സിറ്റുവേഷൻ, മാനസികപരമായിട്ട് മേ ബി നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പോലും അറിയാതെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തു കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാർമിക് ലോക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു എനർജിയിൽ നിന്നും അതെടുത്ത് കളയാൻ വേണ്ടി നോക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടും ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി അതൊന്നും എടുത്ത് കളയുക എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ അടുത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മാറാമെന്നുള്ളതേ ഉള്ളൂ. കുറേയധികം ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസാണ്, ഭയങ്കരമായ പ്ലാനുകളാണ് ഈ ഒരു വ്യക്തികൾക്ക് വരുന്നത്. ഒരു വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, അതായത് സമൂഹത്തിൽ ഉയർന്ന ചിന്താഗതികളുള്ള വ്യക്തികളാണ്. പക്ഷേ ഇവർക്ക് പണം ബ്ലോക്കേജാണ്. പണം വേണ്ട രീതിയിൽ അത്ര കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു നിങ്ങൾ വിചാരിക്കുന്നതിന് അത്ര പണം നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ബാക്കി എല്ലാവരും ജീവിക്കും പോലും നല്ല രീതിക്ക്, നല്ല പ്രമാണിയായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് നല്ല ജീവിത സാഹചര്യത്തോടെ ജീവിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾ എത്ര അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ജോലിയിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിച്ച ജോലി, നിങ്ങൾ വിചാരിച്ച സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള കുറേയധികം സിറ്റുവേഷൻസും ഇത് നിങ്ങളെ അലട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫൗണ്ടേഷനാണ്. ഈ സെക്കൻഡ് വൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് കുറേയധികം വേണ്ട ആൾക്കാർക്ക് വേണ്ടത് ഒരു ഫൗണ്ടേഷനാണ്. നിങ്ങളുടെ ആഗ്രഹം ബിസിനസ് നടത്തുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആശയമുള്ളവരായിരിക്കാം എങ്കിൽ നിങ്ങൾ അതിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് അതിലോട്ട് പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എതിരുകളും പ്രശ്നങ്ങളും കുറേയധികം സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ വരുമെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്ന് തടസ്സങ്ങളെയൊക്കെ നിങ്ങൾ മറികടന്ന് നിങ്ങൾ അങ്ങോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലാണ്ട് എല്ലാം മാനസികമായിട്ട് ഭയങ്കരമായിട്ടും വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. ഒന്നും ഒരിക്കലും മാനസികപരമായിട്ട് എടുക്കലും എല്ലാം ബ്രെയിൻ കൊണ്ട് കളിക്കാൻ വേണ്ടി നോക്കണം. അതായത് എല്ലാം മൈൻഡ് ടു മൈൻഡ് ആയിരിക്കണം കളിക്കേണ്ടത്. നല്ലൊരു ഗെയിമർ അങ്ങനെയാണ്. അതായത് രാജാവായിട്ട് കാര്യമില്ല, ഗെയിമർ ആയിട്ട് കാര്യമില്ല, ഗെയിം മേക്കർ ആവണം. ഓക്കെ, കിങ് ആയിട്ട് കാര്യമില്ല, കിങ് മേക്കർ ആവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതായത് കിരീടം ആര് വെക്കണമെന്ന് തീരുമാനിക്കേണ്ട വ്യക്തികളാവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നാണ് സെക്കൻഡ് ബെൽ എനിക്ക് വരാനുള്ളത്. കുറേ അധികം തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ടുണ്ട്. എന്താണെന്ന് എനിക്കുണ്ട്. കടം കയറി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഭയങ്കരമായ ദുരിതത്തിൻ്റെ പീക്കിൽ പോകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. എല്ലാം മാറും എന്ന് പറഞ്ഞ് നിന്നിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം മാറ്റണം എന്ന് പറഞ്ഞേക്കുക, അല്ലെങ്കിൽ എല്ലാം നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റും, നിങ്ങളെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ യൂണിവേഴ്സ് എന്താണോ ആ യൂണിവേഴ്സിൻ്റെ ചിന്താഗതികൾ മാറി നിന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിനെ മാറ്റാൻ പറ്റും. നിങ്ങൾ അതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആൾക്കാരെ മാറ്റിയിട്ട് കാര്യമില്ല, നിങ്ങൾ മാറാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി ബാക്കിയുള്ളവരുടെ ചിന്താഗതികളിലേക്ക് നിങ്ങൾ പറഞ്ഞു മാറ്റാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം താഴാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം സിറ്റുവേഷൻ ഡൗൺ ആവാൻ പറ്റുമോ അത് നിങ്ങളുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അവിടെ ഒരു അഹങ്കാരം, അഹംഭാവം ഒന്നും കൊണ്ടു ചെന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഭൂമിയിൽ തുച്ഛമായൊരു സമയം മാത്രമാണ് കിട്ടുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട ആവശ്യം എന്താണ്, നിങ്ങളുടെ പർപ്പസ് എന്താണ്, അതൊക്കെ കണ്ടുപിടിച്ച് അതിലോട്ടൊക്കെ പോയി നന്നായിട്ട് ജീവിച്ച് മരിക്കാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് ഈ ഒരു ഡിപ്രഷൻ, ഈ ഒരു ഓവർ തിങ്കിങ്, ഈ പറയുന്ന സിറ്റുവേഷൻസ്, ഈ ഒന്നിനോടും ഇല്ലായ്മ, ഇതൊക്കെ നിങ്ങളായിട്ട് വിശ്വസിച്ച് വെച്ച അന്ധവിശ്വാസങ്ങളായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ അതൊക്കെ മാറി ചിന്തിച്ച് നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഉണ്ടാകും. ഈ യൂണിവേഴ്സിൽ നമുക്കൊരു എനർജി ഉണ്ടാകും. ചെറിയ എനർജി എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും വെച്ച് കളിക്കാൻ പറ്റും. ലോ എനർജിയിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈ എനർജി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. നിങ്ങൾ ലോ എനർജിയിൽ നിന്നും ഹൈ എനർജിയിലോട്ട് കടക്കുമ്പോഴത്തേയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. പുതിയ ചിന്താഗതി, പുതിയ കൂട്ടുകൾ, ട്രാവലിങ് പോവുക, നല്ല ചിന്താഗതി, നല്ല പാട്ട് കേൾക്കുക, കറങ്ങാൻ വേണ്ടി പോവുക, നടക്കാൻ വേണ്ടി ഇറങ്ങുക, രാവിലെ ജസ്റ്റ് ഒന്ന് ഓടുക, ഒന്ന് വിയർക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതലും നിങ്ങളിലോട്ടൊരു ഫോക്കസ് ഉണ്ടാവും, ഒരു വിഷൻ ഉണ്ടാവും, ഒരു ഗോൾ, ഒരു ലക്ഷ്യമുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വരുന്ന തടസ്സം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾക്ക് ഡാർക്ക് സിറ്റുവേഷൻ, കുറേയധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പക്ഷേ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. തടസ്സം ഫ്രണ്ട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണെന്ന് അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ഡിസിഷൻ, നല്ലൊരു ഡിസിഷൻ മേക്കർ ആവുക എന്നുള്ളതായിരിക്കാം. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് കുറേയധികം ആൾക്കാർക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങൾ ആരെയും പിൻപറ്റി അല്ലെങ്കിൽ നിങ്ങൾ ആരെയും കേട്ട് നിൽക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്ത് മുന്നോട്ട് പോവുക. മാനസികപരമായിട്ട് ഒന്നും എടുക്കാണ്ടിരിക്കുക, എല്ലാം ഭയങ്കരമായിട്ടും ബ്രെയിൻ വെച്ച് കളിക്കാണ്ടിരിക്കുക എന്നുള്ള സിറ്റുവേഷൻസാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കൂടുതലും വേണ്ടത് ഫൗണ്ടേഷനാണ്. അതായത് പൈസ,
അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടത് പണം വേണം, ഫൗണ്ടേഷൻ വേണം. മാനിഫെസ്റ്റേഷൻ ചെയ്താൽ കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്താലും കൂടുതൽ ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു സോൾ പർപ്പസ് ഉണ്ടാവുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒന്നും അടിക്കാതെ സോൾ പർപ്പസിലോട്ട് കൂടുതലും കടക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ആയിട്ടുള്ള സോൾ പർപ്പസ് എത്തി വരുന്ന ടൈമിൽ നിങ്ങളുടേതായ ലക്ഷ്യം, നിങ്ങളുടേതായ ഗോൾ നിങ്ങളുടെ ലൈഫിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഒരു റൈറ്റ് ടൈം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് പിന്നെ വരുന്ന എല്ലാം പോസിറ്റീവ്. പിന്നെ നിങ്ങളെല്ലാം ഇങ്ങോട്ട് തേടി, നിങ്ങൾ അങ്ങോട്ട് ഒന്നിനും പോകണ്ട. പ്രശ്നങ്ങളും സിറ്റുവേഷൻസും ഉണ്ടാവുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് ടൈം നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങളും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതിനെ സംബന്ധിച്ച് നിങ്ങൾ വിഷമിച്ചോ അല്ലെങ്കിൽ കരഞ്ഞോ ഇരുന്നിട്ട് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റത്തില്ല. എല്ലാം നിങ്ങൾ സിമ്പിളായിട്ട് സില്ലി ആയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് ബൈൽ കുറച്ചധികം ഹീലിംഗ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അങ്ങനത്തെ ഒരു ഡിപ്രഷൻ മൂടി നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുടെ ഫീലിംഗ് എനർജി എനിക്കിവിടെ ഭയങ്കരമായിട്ട് സൈക്കിക് എനർജി എനിക്കിവിടെ കിട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ, ടാറ്റ. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ബൈ.